ഭാരതാംബ വിവാദത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിന് സസ്പെൻഷൻ. അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത VC-യുടെ ഉത്തരവ്. ഗോപാൽ ശീലാസനൽ നമുക്കൊപ്പം. ഗോപാൽ ശീലാസനൽ, ഗുഡ് ഈവനിംഗ്. വൈസ് ചാൻസലർ സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. നേരത്തെ തന്നെ നിയമോപദേശം അടക്കം രാജ്ഭവൻ തേടിയിരുന്നു. ഇത് അടുത്ത പോരാട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണോ സൃഷ്ടിക്കുന്നത് ഗോപാൽ? അതെ സുജയ, ഒരു സംശയവും വേണ്ടതില്ല. അടുത്ത സർക്കാർ ഗവർണർ പോരിനുള്ള വാതിലാണ് ഈ സസ്പെൻഷനിലൂടെ തുറന്നിരിക്കുന്നത്. അല്പനേരം മുൻപാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ നിർദ്ദേശപ്രകാരം വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാറായിട്ടുള്ള ഡോക്ടർ KS അനിൽകുമാറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ ദിവസം VC നിശിതമായി രജിസ്ട്രാറെ വിമർശിച്ചുകൊണ്ട് രാജ്ഭവന് റിപ്പോർട്ട് കൈമാറിയിരുന്നു. ആ റിപ്പോർട്ടിന്മേൽ കൃത്യമായ നിയമോപദേശം രാജ്ഭവന് ലഭിച്ചിരുന്നു. ഗവർണറോട് ഡോക്ടർ KS അനിൽകുമാർ അനാദരവ് കാണിച്ചുവെന്നും ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ അദ്ദേഹം സ്വന്തം ഇംഗിതത്തിന് വേണ്ടി പ്രവർത്തിച്ചുവെന്നും അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണ വിധേയമായി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ ഡോക്ടർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ 3 റിപ്പോർട്ടുകളാണ് മൊത്തത്തിൽ VC രാജ്ഭവന് സമർപ്പിച്ചിരുന്നത്. VC ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KS അനിൽകുമാർ നൽകിയ വിശദീകരണം ഉൾപ്പെട്ട റിപ്പോർട്ടും തന്റെ കുറിപ്പും കൂടി ചേർത്ത പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട്, അതിനോടൊപ്പം തന്നെ PROയും സെക്യൂരിറ്റി ഓഫീസറും നൽകിയ 2 റിപ്പോർട്ടുകൾ. ഈ 2 റിപ്പോർട്ടുകളിലും യാതൊരു വ്യക്തതയുമില്ല എന്നതായിരുന്നു VC എടുത്ത നിലപാട്. അത് കൃത്യമായി തന്നെ അത് രാജ്ഭവൻ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. മതചിഹ്നങ്ങൾ ഏതാണ് എന്ന് വ്യക്തമാക്കാൻ രജിസ്ട്രാർക്കോ ഈ റിപ്പോർട്ട് നൽകിയ PROക്കോ സെക്യൂരിറ്റി ഓഫീസർക്കോ കഴിഞ്ഞിട്ടില്ല. ആ സ്ഥലത്തുണ്ടായിരുന്ന ഡോക്ടർ KS അനിൽകുമാർ അങ്ങനൊരു മതചിഹ്നം കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് അത് വ്യക്തമാക്കാൻ ഏത് മതത്തിന്റെ ചിഹ്നമാണ്, എന്ത് പ്രശ്നമാണ് അതിലുള്ളത് എന്നത് വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ വലിയ വീഴ്ചയാണ്, ഗുരുതര സ്വഭാവത്തിലുള്ള വീഴ്ചയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. നിയമപരമായ നടപടി മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളത് എന്ന രജിസ്ട്രാറുടെ റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് അതിന് പൂർണ്ണമായും വിരുദ്ധമായ, പൂർണ്ണമായും വിഭിന്നമായ ഉള്ളടക്കത്തോടു കൂടിയ റിപ്പോർട്ടാണ് രജിസ്ട്രാർക്കെതിരെ വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ രാജ്ഭവനിലേക്ക് സമർപ്പിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അന്നത്തെ ദിവസം രജിസ്ട്രാറായിട്ടുള്ള ഡോക്ടർ KS അനിൽകുമാറിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് തനിക്ക് അതിശയം തോന്നിയെന്നും ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള രജിസ്ട്രാർക്ക് പ്രവർത്തിക്കാനാവുക എന്നും ഈ VC ഇത്തരത്തിൽ ഈ റിപ്പോർട്ടിൽ ചോദ്യം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്നത്തെ ദിവസം ആ സ്ഥലത്തില്ലായിരുന്ന VC ആണ് ഈ റിപ്പോർട്ടിൽ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ, വിമർശനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രാജ്ഭവന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇത് വലിയ ആരോപണത്തിന് കാരണമായിരുന്നു. അതായത് ഇത് വൈസ് ചാൻസലറും ഗവർണറും കൂടി സർവകലാശാലയെ സംഘപരിവാർ വൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നും സർവകലാശാല ഉദ്യോഗസ്ഥരെ, പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ വലിയ ഇടപെടൽ, ഇതിൽ വ്യക്തിഹത്യ ചെയ്തവരെ ഇല്ലാതാക്കാനുള്ള ഇടപെടൽ നടക്കുന്നു എന്നടക്കമുള്ള വലിയ ആരോപണം ഇന്ന് രാവിലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അവർ എങ്ങനെയാണെങ്കിലും രജിസ്ട്രാറെ സംരക്ഷിക്കുമെന്നും നിയമപരമായിട്ടുള്ള ഇടപെടൽ മാത്രം നടത്തിയ ആളെ ക്രൂശിക്കാൻ അനുവദിക്കുകയില്ല എന്നുമാണ് ഇടത് സിൻഡിക്കേറ്റ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ആ താല്പര്യങ്ങളെല്ലാം, ആ അവകാശവാദങ്ങളെല്ലാം ഇവിടെ ഖണ്ഡിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ രജിസ്ട്രാർ ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണ് താൻ തെറ്റുകാരനാവുന്നത് എന്നതായിരുന്നു ഈ VCക്ക് നൽകിയ റിപ്പോർട്ടിൽ അദ്ദേഹം ചോദിച്ചിരുന്നത്. കാരണം അന്നത്തെ ദിവസം ഈ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം വലിയ ഗുരുതരമായ ക്രമസമാധാന പ്രശ്നത്തിന് സാധ്യതയുണ്ട് എന്നും ഇടപെട്ടില്ലെങ്കിൽ വലിയ കലാപത്തിലേക്ക് കൂടി പോവുകയാണ്. റോഷിപാൽ, ഇത് രജിസ്ട്രാറിനെ പിന്തുണച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് വലിയ രീതിയിൽ രംഗത്ത് വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സസ്പെൻഷൻ വന്നിരിക്കുന്നത്. ഈ സസ്പെൻഷൻ അത് സർക്കാർ ഗവർണർ പോരാട്ടം അത് കുറച്ചുകൂടി സംഘർഷഭരിതമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, പരസ്യ പ്രതിഷേധത്തിലേക്കൊക്കെ കൊണ്ടുപോകില്ലേ? സുജയ, സ്വാഭാവികമാണ്. കാരണം നമ്മളന്ന് കണ്ടതാണ് ഈ ഭാരതാംബ ചിത്രം അവിടെ കേരള സർവകലാശാലയിലെ സെനറ്റ് ഹാളിൽ പ്രദർശിപ്പിച്ച് പരിപാടി നടത്താൻ തുനിഞ്ഞപ്പോൾ അത് തടയാനുള്ള രജിസ്ട്രാറുടെ ശ്രമം അത് വലിയ വിവാദത്തിനും തർക്കങ്ങൾക്കും ഇടയാക്കിയതാണ്. ഒടുവിൽ രാജ്ഭവനിൽ നിന്നും ഗവർണർ, ഈ സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണറുടെ നിർദ്ദേശപ്രകാരം വൈസ് ചാൻസലർ രജിസ്ട്രാർ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി അത് രാഷ്ട്രീയ പോരിന് കളമൊരുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം സ്വാഭാവികമായും സിൻഡിക്കേറ്റിന്റെ ശക്തമായ പിന്തുണയുണ്ട്, ഇടതുപക്ഷത്തിന്റെയും ശക്തമായ പിന്തുണ രജിസ്ട്രാർക്കുണ്ട്. ഒരു തരത്തിലും മതചിഹ്നങ്ങൾ അല്ലെങ്കിൽ ഈ തരത്തിൽ ദേശീയ ചിഹ്നങ്ങളല്ലാത്തത് ഉപയോഗിക്കാൻ പാടില്ല, ഗവർണർ ഔദ്യോഗിക പരിപാടികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന കൃത്യമായ നിലപാട് സംസ്ഥാന സർക്കാർ മന്ത്രിസഭാ യോഗം ചേർന്ന രാജ്ഭവനെ 2 വട്ടമാണ് അറിയിച്ചത്. അങ്ങനെയുള്ള ഒരു കൃത്യമായ നിലപാട് സംസ്ഥാന സർക്കാർ എടുക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഭാരതാംബ വിവാദത്തിൽ രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടാകുകയും വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ ഇപ്പോൾ കേരള സർവകലാശാലയുടെ രജിസ്ട്രാറെക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തിരിക്കുന്നത്.
സ്വാഭാവികമായും കടുത്ത പ്രതിഷേധം ഇത് സംബന്ധിച്ച ഗവർണർക്കെതിരെ ഉണ്ടാകും. രാജ്ഭവനെതിരെയും ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തിന് ഇത് തുടക്കം കുറിക്കാൻ വഴിയൊരുക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ചുമതലയേറ്റെടുത്തപ്പോൾ നേരിട്ടൊരു പോരാട്ടത്തിനില്ല എന്ന നിലപാടാണ് സർക്കാരും CPM തുടക്കത്തിൽ എടുത്തത്. നേരത്തെ പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എടുത്ത ശക്തമായ നിലപാട് നിലവിലെ ഗവർണർ അർലേക്കർക്കെതിരെ സ്വീകരിക്കാൻ മന്ത്രിമാരോ അല്ലെങ്കിൽ സർക്കാരോ തയ്യാറായിരുന്നില്ല. ഇടയ്ക്ക് മന്ത്രി വി ശിവൻകുട്ടി അങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോയപ്പോഴും മന്ത്രിമാർ ഒന്നടങ്കം ഗവർണർക്കെതിരെ ഇറങ്ങിയിരുന്നില്ല. CPM അങ്ങനെ ഒരു ശക്തമായ പ്രതിഷേധത്തിനും പോരാട്ടത്തിനും തുടക്കം കുറിച്ചിരുന്നില്ല. പക്ഷേ ഇതിന് പോർമുഖം തുറന്നിരിക്കുകയാണ്. രാജ്ഭവൻ ഗവർണറുടെ നിർദ്ദേശപ്രകാരം, ചാൻസലറുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ വൈസ് ചാൻസലർ രജിസ്ട്രാർക്കെതിരെ നടപടി സ്വീകരിച്ചത് ഒരു പ്രകോപനത്തിന് വഴിയൊരുക്കി എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. ഇനി അങ്ങോട്ടേക്ക് ഒരു പോരാട്ടം വീണ്ടും ഉണ്ടാകും ഗവർണറും സർക്കാരും തമ്മിൽ എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. നേരത്തെ ഉള്ളതുപോലെയല്ല LDF സർക്കാർ പ്രതീക്ഷിച്ചത്. CPM ഈ ഗവർണർ ഒരു RSSന്റെ ഭാഗമാണെന്ന് വിലയിരുത്തൽ CPMന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ പോലും പോരാട്ടത്തിന് തുടക്കമിടണ്ട എന്ന വിലയിരുത്തലിലേക്ക് തന്നെയാണ്. നേരത്തെ തുടക്കം മുതൽ തന്നെ CPM നേതാക്കളുമായോ മുഖ്യമന്ത്രിയുമായോ ഈ കാര്യത്തിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് ഇവരുടെ രാഷ്ട്രീയ നിലപാട് എന്ന് കൃത്യമായി അവർ പറയുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ തന്നെ പറഞ്ഞതാണ്, ഗവർണറിൽ നിന്നും ഇതിനപ്പുറത്തേക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ഗവർണർ എന്ന പദവിയെ പോലും CPM നേതൃത്വം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ആ തരത്തിലാണ് രാജ്ഭവനെ കാണുന്നത്. എന്നാൽ പോലും ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയെ, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കം രാജ്ഭവന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന പഴയ ഗവർണറുള്ള ഘട്ടത്തിൽ ആരോപണം ഉന്നയിച്ചതാണ്. പക്ഷേ പുതുതായി ഗവർണർ ചുമതലയേറ്റെടുത്തപ്പോൾ സൗഹാർദ്ദത്തോടെ മുന്നോട്ട് പോകാം എന്നൊരു നിലപാടായിരുന്നു CPMനും സർക്കാരിനും. പക്ഷേ അതൊക്കെ ഇവിടെ ആ ഒരു പദ്ധതികളൊക്കെ അട്ടിമറിക്കപ്പെട്ടു കഴിഞ്ഞു. രാജ്ഭവൻ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ഭാഗം വിശദീകരിക്കാനായിട്ടുള്ള സമയം നൽകിയപ്പോൾ അദ്ദേഹം തന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള അനാദരവ് ഉണ്ടായിട്ടില്ല. പരിപാടിയുടെ സംഘാടകരോട് മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള പരിപാടി പറ്റില്ല എന്നത് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ രാജ്ഭവനിലേക്ക് ഫോൺ വിളിച്ച് ഈ പരിപാടി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയിച്ചതിൽ അവിടെയാണോ ഈ അനാദരവ് സംഭവിച്ചതായി കണക്കാക്കുന്നത്? പ്രത്യേകിച്ചും രജിസ്ട്രാർ ഗവർണർ വരുമ്പോൾ ആ വേദിയിൽ ഉണ്ടായിരുന്നില്ല, ആ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ രാജ്ഭവനിലേക്കുള്ള ആ ഫോൺ വിളി പരിപാടി റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ള അറിയിപ്പ് സംഘാടകർക്ക് നൽകിയത് ഇതൊക്കെയാണോ അനാദരവായി കണ്ടെത്തിയിരിക്കുന്നത് VC? സുജയ പാർവതി, രേഖാമൂലം അങ്ങനെ പരിപാടി റദ്ദാക്കിയതായി സംഘാടകർക്ക് നോട്ടീസ് നൽകിയിരുന്നില്ല എന്ന ഒരു കാര്യമുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് അവസാന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു അറിയിപ്പ് അത് രാജ്ഭവനിലേക്ക് നൽകുന്നത്. അതിലടക്കമുള്ള അസംതൃപ്തി കൂടിയുണ്ട് രാജ്ഭവന്. നേരത്തെ തന്നെ രജിസ്ട്രാർ ആ പരിപാടിയുള്ള സ്ഥലത്തെത്തി സംഘാടകരോട് അവസാന നിമിഷം വരെ സംഘാടകരെ കൊണ്ട് ഭാരതാംബ ബോർഡ്, ആ ചിത്രം അത് മാറ്റിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അത് പരാജയപ്പെട്ടത് അവസാന ഘട്ടത്തിൽ അത് പരാജയപ്പെടുമ്പോൾ ഗവർണറെ രാജ്ഭവനെ ഈ കാര്യം അറിയിക്കുകയായിരുന്നു. ഈ പരിപാടിയിൽ നിയമാനുസൃതമല്ലാതെ ചട്ടപ്രകാരമല്ലാതെ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചിരിക്കുന്നു, അതുകൊണ്ട് പരിപാടിക്ക് അനുമതി നൽകാൻ കഴിയില്ല. അപ്പോൾ തന്നെ രാജ്ഭവനിൽ നിന്ന് തിരിച്ചു ചോദിച്ച ചോദ്യം അത് രേഖാമൂലം അറിയിച്ചോ എന്നാണ്. രേഖാമൂലം അറിയിച്ചില്ല എന്ന മറുപടിയും നൽകി. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ കാര്യത്തിൽ കൃത്യമായൊരു നിലപാടെടുക്കുന്നുണ്ട്. ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇതിന് തൊട്ടു മുമ്പ് തന്നെ രാജ്ഭവൻ ഈ കാര്യം അസംതൃപ്തി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ പരിപാടി നടക്കുന്നത്. പക്ഷേ ഇതൊരു സ്വകാര്യ ചടങ്ങാണ്. സ്വകാര്യ ചടങ്ങാണെങ്കിൽ പോലും സെനറ്റ് സർവകലാശാലയുടെ ഭാഗമാണ്, അത് സർക്കാരിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഔദ്യോഗികമായ പരിപാടി അല്ലെങ്കിൽ പോലും അവിടെ ഭാരതാംബയുടെ ചിത്രം അത് മതചിഹ്നം എന്ന വിലയിരുത്തലാണ് ഈ രജിസ്ട്രാറുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ രാജ്ഭവൻ അത് അംഗീകരിക്കുന്നുമില്ല. പക്ഷേ ആ കാര്യത്തിൽ ഒരു സംഘർഷത്തിലേക്ക് വഴിയൊരുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു നിലപാട് രജിസ്ട്രാർ എടുത്തതോടെ അതിന് പിന്തുണയുമായി സിൻഡിക്കേറ്റ് എത്തുന്നു. SFI DYFI പ്രവർത്തകർ സർവകലാശാല കോമ്പൗണ്ടിനകത്ത് വലിയ പ്രതിഷേധം ഗവർണർക്കെതിരെ ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യം, അത് സംഘർഷത്തിലേക്ക് പോകുന്നു. ആ ഹാളിനകത്ത് പോലും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയത് ഉൾപ്പെടെ രാജ്ഭവനും ഗവർണർക്കുമുള്ള കടുത്ത അതൃപ്തിയുണ്ട്. ഈ കാര്യത്തിൽ കൃത്യമായൊരു വിശദീകരണം രജിസ്ട്രാറുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചില്ല എന്ന വിലയിരുത്തൽ കൂടിയാണ് ഈ നടപടിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. പക്ഷേ ഈ നടപടിയിലൂടെ വന്നിരിക്കുന്നത് ഒരു പോരാട്ടമാണ്. സർക്കാരുമായി രാജ്ഭവൻ ഒരു പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഈ കാര്യത്തിലുള്ള കടുത്ത അതൃപ്തി. ഇനി സർക്കാർ ഈ കാര്യത്തിൽ എന്താണ് നടപടി സ്വീകരിക്കുക എന്നാണ്. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രോ ചാൻസലർ കൂടിയായ ബിന്ദുവിന്റെ നിലപാട് ഉൾപ്പെടെ, മന്ത്രി ബിന്ദുവിന്റെ നിലപാട് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ നിർണായകമാണ്. CPM നേതാക്കളുടെ പ്രതികരണവും ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം നേരത്തെ ഉള്ള രീതി ആയിരിക്കില്ല ഇനി. അന്ന് സർവകലാശാല
സർവകലാശാലയിലെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. SFIയുടെ കടുത്ത പ്രതിഷേധമാണ് ഉണ്ടായത് ഈ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട്. അതിൽ CPM-ഉം DYF-ഉം അടക്കമുയർത്തുന്നത് ഒരു സംഘടന, നിർജ്ജീവമായ ഒരു സംഘടനയുടെ പേരിൽ സെനറ്റിനകത്ത് ഒരു പരിപാടി അത് RSSന്റെ നിർദ്ദേശപ്രകാരം സംഘടിപ്പിക്കുകയും അത് വിവാദത്തിന് വഴിയൊരുക്കുക, അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം അങ്ങനെ ഒരു അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി പരിപാടി സംഘടിപ്പിച്ചു എന്നടക്കമാണ് വിമർശനമായി ഉയർത്തിയത്. ഏതായാലും സെനറ്റിൽ നിന്ന് പരിപാടി സംഘടിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന പ്രഖ്യാപനം അത് സിൻഡിക്കേറ്റ് മെമ്പർമാർ തന്നെ പരസ്യമായി നടത്തുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് രജിസ്ട്രാർ ഇടപെട്ടുകൊണ്ട് ഈ പരിപാടി ഉപേക്ഷിക്കണമെന്നും പരിപാടിക്ക് അനുമതിയില്ലെന്ന് ഈ സംഘാടകരെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഗവർണർ എല്ലാം അവിടെ ഈ നിർദ്ദേശമൊക്കെ പരിഗണിക്കാതെ തന്നെ പരിപാടി സ്ഥലത്തേക്ക് എത്തിച്ചേരുകയായിരുന്നു. ആ സംഘാടകരുടെ ക്ഷണം പരിഗണിച്ച് തന്നെയാണ് പരിപാടി സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തത്. പരിപാടിയിൽ കൃത്യമായി പ്രസംഗിച്ച് പരിപാടിയിൽ പങ്കെടുത്ത് അവസാനം വരെ ഗവർണർ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്ക് രജിസ്ട്രാർ തയ്യാറെടുത്തതാണ് രാജ്ഭവനെ പ്രകോപിപ്പിച്ചത്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സംഘാടകർക്കെതിരെ സർവകലാശാല രജിസ്ട്രാർ നടപടി സ്വീകരിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയതുകൂടെ തിരിച്ച് നടപടിയെടുക്കാൻ രാജ്ഭവൻ തയ്യാറെടുക്കുകയായിരുന്നു. അതിൻ്റെ നിയമപ്രകാരമുള്ള നടപടികളിലേക്ക് രാജ്ഭവന് തയ്യാറായി. ഏതായാലും ഇനി വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദത്തിനും മറ്റ് വലിയ തർക്കങ്ങളിലേക്കും ഇത് വഴിയൊരുക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ വിവാദത്തിൽ ഏറ്റുപിടിക്കുക അത് ഇടതുപക്ഷ സംഘടനകൾ തന്നെയായിരിക്കും. രജിസ്ട്രാർക്ക് സ്വാഭാവികമായും സംരക്ഷണമൊരുക്കും. സർക്കാർ ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമെന്നതും പ്രധാനപ്പെട്ടതാണ്. ഈ നടപടി പിൻവലിക്കണമെന്ന ആവശ്യവുമായി സംഘടനകൾ, അത് ഇടതുപക്ഷ സംഘടനകൾ രംഗത്തിറങ്ങുമെന്ന സാഹചര്യം എന്തായാലും സംശയമില്ല. SFI അടക്കമുള്ള സംഘടനകൾ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. നേരത്തെ നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ വിഷയത്തിൽ കണ്ടതാണ്. സർവകലാശാലയിൽ സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ട് കടുത്ത പ്രതിഷേധമാണ് SFIയും DYF-ഉം അടക്കം നടത്തിയത്. ഇനിയിപ്പോൾ പ്രതിഷേധങ്ങളുടെ ഒരു സമയമാണോ? അടുത്ത മിനിറ്റുകളിൽ എന്താണ് സംഭവിക്കുക എന്നതുകൂടി നമുക്ക് നിരീക്ഷിക്കാം. ഇക്കാര്യത്തിൽ രാജ്ഭവന്റെ പ്രതികരണം അത് ഔദ്യോഗിക പ്രതികരണമായി വരുന്നുണ്ടോ സസ്പെൻഷന് ശേഷം എന്നതും അറിയേണ്ടിയിരിക്കുന്നു. രജിസ്ട്രാറിന് സസ്പെൻഷൻ എന്നുള്ളതാണ് ഇപ്പോൾ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഭാരതാംബ വിവാദത്തിൽ ഇക്കഴിഞ്ഞ അടിയന്തരാവസ്ഥയുടെ വാർഷിക ദിനത്തിൽ ജൂൺ 25-ാം തീയതി സർവകലാശാല സെനറ്റ് ഹാളിൽ നടന്ന പത്മനാഭ സേവാ സമിതിയുടെ പരിപാടി റദ്ദാക്കിയെന്ന് ആദ്യം സംഘാടകരെ അറിയിക്കുകയും രാജ്ഭവനിലേക്ക് ഫോൺ ചെയ്യുകയും ചെയ്തതിനെ തുടർന്നാണ് രജിസ്ട്രാറുടെ നടപടിക്കെതിരെ രാജ്ഭവൻ തന്നെ അമർഷം അറിയിച്ചത്. VC-യോട് അന്വേഷണ റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെടുകയായിരുന്നു, നിയമോപദേശം തേടുകയായിരുന്നു. അതിന് ഒടുവിലാണ് ഇപ്പോൾ സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിന് സസ്പെൻഷൻ എന്നുള്ള വാർത്ത വന്നിരിക്കുന്നത്. VC-യുടെ ഉത്തരവ് വന്നിരിക്കുകയാണ്.